എന്റെ മോളെ, നീ ഇങ്ങനെ ഇടയ്ക്കിടെ വീട്ടിലേക്ക് ഓടി വന്ന നാട്ടുകാരെന്താ വിചാരിക്കുക? ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കെട്ടിച്ചു വിട്ടവും പോരാ. നിന്നെ പോലെ പെണ്ണിവിടെ വേറെയുണ്ട്. നിന്റെ ഏട്ടന്റെ ഭാര്യ. അവളിങ്ങനെ അവളുടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന നീ കണ്ടിട്ടുണ്ടോ? അമ്മയുടെ വാക്കുകളിൽ അനിഷ്ടം പ്രകടമാണെന്ന് മനസ്സിലായപ്പോൾ അപർണയ്ക്കുള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തുകയായിരുന്നു. പിന്നെ എനിക്കൊരു വിഷമമുണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങോട്ടല്ല, ഞാൻ എങ്ങോട്ട് പോകും? ഇത് കൊള്ളാലോ, കെട്ടിച്ചു വിട്ടപ്പോൾ കഴിഞ്ഞോ എന്റെ ഇവിടുത്തെ അവകാശമല്ല? അതോ ഇനി ഏട്ടന് മരുമോള് മതിയെന്നാണോ? ഞാൻ വല്ല പുഴയിലോ മറ്റോ ചാടി ചത്തേക്കാം. എന്നാ പിന്നെ നിങ്ങൾക്കും കെട്ടിയവന്റെ വീട്ടുകാർക്കും ഞാനൊരു ബാധ്യത ആവില്ലല്ലോ. അതും പറഞ്ഞ് വന്ന വഴി പുറത്തേക്ക് തന്നെ ചാടിയിറങ്ങി നടന്ന അവളെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അമ്മ. എടി, നീ എന്തേലും പറയുന്ന മുഴുവൻ കേൾക്കുന്നതിന് മുന്നേ വാളെടുക്കാൻ നിൽക്കരുത്. അതാ നിന്റെ കുഴപ്പവും. പക്ഷെ അമ്മ പറയുന്ന കേൾക്കാനോ അതിന് മറുപടി പറയാനോ നിന്നില്ല അപർണ. മുന്നോട്ട് നടക്കുമ്പോൾ ഇനി എങ്ങോട്ട് പോകുമെന്ന ചിന്തയിലായിരുന്നു അവൾ. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം മാത്രം പറയുന്ന അമ്മായിയമ്മയും അതിനൊത്തു തുള്ളുന്ന മകനുള്ള ആ വീട്ടിലേക്ക് ഇനിയില്ലെന്ന് മനസ്സാൽ ഉറപ്പിച്ചാണ് ആ പടി ഇറങ്ങിയത്. തിരികെ പോകുന്ന നാണക്കേടാണ്. മാത്രമല്ല, ഇറങ്ങിപ്പോയാലും തിരികെ വലിഞ്ഞു കയറി വന്നോളൂ എന്ന വിശ്വാസം അവരുടെ കുത്തുവാക്കുകൾക്ക് ആക്കം കൂട്ടും. അത് വേണ്ട, ഇനി അങ്ങോട്ടേക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് പുറകിൽ നിന്ന് വിളിയേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു. എങ്ങോട്ട് പോകുമെന്നറിയാൻ നിൽക്കുമ്പോൾ ഒരു പിടിവള്ളിയെ പോലെ മുന്നിൽ നിൽക്കുന്ന കൂട്ടുകാരിയെ അപർണ കണ്ണിമച്ചിമാതെ നോക്കി. എന്താടി നീ ഇങ്ങനെ നോക്കുന്നേ? ആ ചോദ്യം പോലും കേൾക്കാൻ നിൽക്കാതെ അവളുടെ സ്കൂട്ടിയുടെ പുറകിലേക്ക് കയറി അപർണ. എന്റെ മായേ, സത്യം പറഞ്ഞ എനിക്ക് വിശന്നിട്ട് കണ്ണാണാൻ മേല. ഇവിടെ അടുത്തടി നല്ലൊരു ഹോട്ടൽ പോലും ഇല്ല. നീ വണ്ടി എടുക്ക്, എന്നിട്ട് നല്ലൊരു ഹോട്ടലിൽ നിർത്ത്. അവളുടെ ധൃതി കണ്ടപ്പോൾ അവൾ തന്നെ പോലും തിന്നുവെന്ന് തോന്നി മായയ്ക്ക്. അവൾ വേഗം വണ്ടി മുന്നോട്ടെടുത്ത് അടുത്ത് കണ്ട ഒരു ഹോട്ടലിന് മുന്നിലേക്ക് നിർത്തി. ഭക്ഷണത്തിന് ഓർഡർ കൊടുത്ത് കാത്തിരിക്കുമ്പോഴാണ് മായ ചോദിച്ചത്, അല്ല പെണ്ണേ, നിനക്ക് കെട്ടിയവന്റെ വീട്ടിൽ നിന്നൊന്നും തിന്നാൻ തരുന്നില്ലേ? ചോദ്യം ചിരിയോടായിരുന്നെങ്കിലും അപർണയുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ മായ ചിരി മെല്ലെ ഒതുക്കി. അവിടുത്തെ കുറ്റം കുറവും കഴിഞ്ഞ് എന്ത് കഴിക്കാനാ? ഒന്ന് മൊബൈൽ നോക്കിയാൽ കുറ്റം, ടി വി കണ്ടാ കുറ്റം, വല്ല ബുക്സും വായിക്കാന്ന് വെച്ചാൽ കുറ്റം. കുറ്റം പറച്ചിൽ കേട്ട് മടുത്ത് സ്വന്തം വീട്ടിൽ ചെന്നാ കെട്ടിച്ചു വിട്ട പെണ്ണ് ഇടയ്ക്കിടെ കയറി വരുന്ന നാട്ടുകാരുണ്ട്. അവർക്ക് നാണക്കേട്. മടുത്തു ഈ ജീവിതം. എടി, ഇതൊക്കെ എല്ലാ വീട്ടിലുള്ളതല്ലേ? എല്ലാത്തിനും അതിൻ്റെതായ സമയം കണ്ടെത്തിയാൽ തീരുന്ന പ്രശ്നം. മായ അത് പറയുമ്പോൾ അപർണ അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുന്നിൽ കൊണ്ടുവച്ച ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു. പിന്നെ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ മായയും മുതിർന്നില്ല. കഴിച്ച് ബില്ല് കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ മായ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി എന്താ നിന്റെ പരിപാടി? എങ്ങോട്ട് പോകാനാ പ്ലാന് എന്ന്. പക്ഷെ അതിനൊരു മറുപടി നൽകാൻ അപർണക്കും കഴിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, തൽക്കാലം നീ എൻ്റെ വീട്ടിലേക്ക് പോരും, ബാക്കി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അതും പറഞ്ഞ് വണ്ടി എടുക്കുമ്പോൾ അവൾക്കൊപ്പം അപർണയും കയറി മുന്നിലൊരു വഴി തെളിഞ്ഞ ആശ്വാസത്തിൽ. വണ്ടി വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മുന്നിലുണ്ടായിരുന്നു മായയുടെ അമ്മായിയമ്മ. ആ, മോളിൽ നിന്ന് നേരത്തെ പോന്നോ? എന്തുപറ്റി? തലവേദന വല്ലതും ആണോ? വയ്യെങ്കിൽ കുറച്ചു നേരം കിടന്നു, ഞാൻ ചായ എടുക്കാം. ഇവിടെ കൊണ്ടാക്കാമെന്നാണോ മോള്? മായയോടുള്ള ചോദ്യവും അപർണയോടുള്ള ചോദ്യം ഒറ്റ ശ്വാസത്തിൽ ചോദിച്ച് അമ്മ എഴുന്നേൽക്കുമ്പോൾ മായ പുൻസിരിയോട് അപർണയൊന്ന് നോക്കി കണ്ണിറുക്കി കാണിച്ചു. ഒരു പ്രശ്നമില്ല അമ്മേ, ഇതെന്റെ കൂട്ടുകാരി അപർണയാ. കുറെ നാളുകൾക്ക് ശേഷം അവളെ കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ട് കൂട്ടി. ഇന്നൊരു ദിവസം ലീവും. അവളുടെ വാക്കുകൾ കേട്ട് പുൻസിരിയോട് അമ്മ അപർണയെ അകത്തേക്ക് ക്ഷണിച്ചു. ആ, എന്നാ മക്കളിവിടെ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. അമ്മ അകത്തേക്ക് പോകുന്ന നോക്കി നിൽക്കുന്ന അപർണയെ റൂമിലേക്ക് ക്ഷണിച്ചു മായ. വാ, വന്നാ ഡ്രസ്സ് മാറ്. റൂമിൽ കയറി ഡ്രസ്സ് മാറുമ്പോൾ അത്ഭുതത്തോടെയാണ് അപർണ സംസാരിച്ച്. എടി, നീ എന്തൊരു ഭാഗ്യവതിയാണെടി. എന്ത് നല്ല അമ്മായിമ്മയെ നിനക്ക് കിട്ടിയത്. നിന്നോട് എന്തൊരു സ്നേഹം അമ്മയ്ക്ക്. നീ വയ്യാതെ കയറി വരികയാണെന്ന് കരുതി എന്തോരം വിഷമായിരുന്നു അമ്മയുടെ മുഖത്ത്. നീ ഭാഗ്യം ചെയ്തവളാ പെണ്ണെ. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ മായ തലയാട്ടിക്കൊണ്ട് ചിരിച്ചു. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെയൊന്നും പച്ചയാണ് മോളെ. കൂടുതൽ എന്തെങ്കിലും പറയും മുന്നേ ചായയുമായി അമ്മ വാതിലിൽ എത്തിയിരുന്നു. എടി, എന്നാൽ നീയും അമ്മയും സംസാരിച്ചിരിക്കും, അപ്പോഴേക്കും ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ശരിയെന്ന് തലയാട്ടി അമ്മ നീട്ടിയ ചായയും വാങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ അവൾക്കൊപ്പം അമ്മയുണ്ടായിരുന്നു. ചായ കുടിക്കുന്നിടയിൽ അവളെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞിരുന്നു അമ്മ. ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നിടയിൽ അപർണ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഭാഗ്യവതിയല്ലേ, മായെ പോലെ നല്ലൊരു മോളെ മരുമകളായിട്ട് കിട്ടിയില്ലേ, അതിനെ ഒരു വലിയ ഭാഗ്യല്ലേ. കേൾക്കേണ്ട താമസം പെട്ടെന്ന് അവിടെ നെറ്റി ചുളിയുന്നു മുഖം കറക്കുന്ന അപർണ ശ്രദ്ധിച്ചു. അതെ അതെ, നല്ല മരുമോളാ. ഈ കെട്ടിയൊരുങ്ങി നടപ്പേ ഉള്ളൂ, വീടിനൊരു ഉപകാരമില്ല. ഏത് നേരവും ഫോണിലാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഫോണായിട്ട് ബാത്റൂമിൽ കയറിയത്. ഇനി ഇറങ്ങാൻ സമയം എത്രാവുന്ന ആരോടാണോ ഈ ശൃംഗാരം? പാവം എൻ്റെ മോൻ, അവനിതൊക്കെ എങ്ങനെ അറിയാം? ഇനി ഞാനിതൊന്നും പറഞ്ഞത് അവളോട് പറയണ്ട കേട്ടോ. എന്തിനാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് കരുതിയിട്ടാ. അവരുടെ വാക്കുകൾ കേട്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു അപർണ. മോൾക്കറിയോ, ഇവിടുന്ന് ജോലിക്കെന്ന് പറഞ്ഞ് പോയാൽ ചിലപ്പോൾ കയറി വരുന്ന പാതിരാത്രിയാ. ഏതവൻ്റെ കൂടെ ഇവിടെ പോയിട്ടാണോ വരുന്നതെന്ന് ആർക്കറിയാം? ചോദിച്ചാൽ ഓഫീസിൽ ജോലി തിരക്കാ. ഞാനൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചിരിക്കും. അല്ലെങ്കിൽ ഞാനിതൊന്നും ആരോടും പറയാറില്ല കേട്ടോ. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയും. അല്ലാതെ ഒരാളുടെ കുറ്റം പറഞ്ഞ് നടക്കാനോ തമ്മി തല്ലിക്കാനോ ഞാൻ നിൽക്കാറില്ല. അതൊട്ട് ശീലമില്ല. അമ്മയുടെ വാക്കിൽ കേട്ടപ്പോഴാണ് മായ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായത്. അപ്പോഴേക്കും മായ അവർക്കിടയിലേക്ക് വന്നിരുന്നു.
എന്നാ മക്കള് സംസാരിക്കും. ഞാൻ അടുക്കളയിൽ പോയി ഉച്ചത്തേക്കുള്ള വല്ലതും ഉണ്ടാക്കട്ടെ. അമ്മ അകത്തേക്ക് പോയി നോക്കിയിരിക്കുന്ന അപർണയും തോണ്ടി മായ. എങ്ങനെയുണ്ട് എൻ്റെ അമ്മായിമ്മ? കുറച്ചു മുന്നേ നീ പറഞ്ഞ വാക്കിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇപ്പോൾ? മായയുടെ ചിരിയോടെയുള്ള ചോദ്യം കേട്ട് അപർണ തല കുടഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നു, ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല. ഇതിലും ഭേദം എൻ്റെ അമ്മായിമ്മ തന്നെയാ. പറയാനുള്ള മുഖത്തൂക്കി പറയുന്നേ ഉള്ളൂ. ആള് മാറിയ കുറ്റം പറയില്ല. അത് കേട്ട് മായ പൊട്ടിച്ചിരിച്ചു. അതാണ് മോളെ ഞാൻ പറഞ്ഞു. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായി തോന്നും. അടുത്തെന്നാലേ കാര്യം വ്യക്തമാവും. ഇതിലും ഭേദമാണ് നിന്റെ അമ്മയെങ്കിൽ ഇനി വൈകിക്കേണ്ട. മോള് നേരെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. കലർപ്പില്ലാത്ത സ്നേഹം നീ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാവും. മായ പറഞ്ഞ് ശരിയാണെന്ന് തോന്നിയുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ അവൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്തന്നെ ഉണ്ടായിരുന്ന അമ്മായിയമ്മ, കൂടെ അടുത്ത വീട്ടിലെ ചേച്ചിയും. അവൾ ഗേറ്റ് കടന്ന് വരുന്ന കണ്ടപ്പോൾ തന്നെ ആ ചേച്ചി പതിയെ പറയുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, രാവിലെ പോയിട്ട് കയറി വരുന്നു. നിങ്ങൾ പാവായണ്ട, കെട്ടിക്കയറി വന്ന പെണ്ണിനെ തോന്നിയ പോലെ പോകുന്നു വരുന്നു. അപ്പോഴേക്ക് അപർണ അടുത്തെത്തിയേണ്ട ചേച്ചി, മോള് വന്നോ എന്നും ചോദിച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ മുഖത്ത് ആ ചിരി അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ ദേഷ്യമോ മുഖം കടുപ്പിക്കലോ ഉണ്ടായില്ല. നീ പോയി വല്ലതും എടുത്ത് കഴിക്ക്, വെയിലുകൊണ്ട് ആകെ ക്ഷീണിച്ചു. അത്രയേ പറഞ്ഞുള്ളൂ അമ്മ. അതിന് മറുപടി എന്നോണം തലയാട്ടിക്കൊണ്ട് അപർണ അകത്തേക്ക് നടക്കുമ്പോൾ പുറകിൽ നിന്ന് ആ ചേച്ചിയുടെ പതിഞ്ഞ വാക്കുകൾ അവളുടെ കാതിലെത്തി. ഇങ്ങനെ വളം വെച്ച് കൊടുക്കാതെ വീട്ടിൽ കയറ്റുന്നതിന് മുമ്പേ 4 പൊളിച്ച പറയണ്ടേ നിങ്ങൾ? കണ്ടില്ലേ ആ പെണ്ണിന്റെ പോക്ക്? അത് കേട്ട അമ്മയുടെ മറുപടി അവളുടെ കാതിലേക്ക് ഒഴുകിയെത്തി. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പുളിച്ചവും പുളിക്കാത്തവും പറഞ്ഞ നാണം കെടുത്താൻ അവളിവിടെ വലിഞ്ഞു കയറി വന്ന പെണ്ണല്ല, എൻ്റെ മോളാ. അവളെക്കുറിച്ച് എനിക്കും എൻ്റെ മോനോ ഇല്ലാത്ത വേവലാതി നാട്ടുകാർക്കും വേണ്ട. പിന്നെ അവളോട് ഞാനിവിടെ പറയുന്ന കേട്ടാണ് എരുതിയിൽ എണ്ണൊഴിക്കാൻ നീ കുറ്റിയും പറിച്ച് വന്നതെന്നും അറിയാം. അതുകൊണ്ട് പറയാ, അവളോട് ഞാൻ ദേഷ്യപ്പെടും. എൻ്റെ മോളോടും അങ്ങനെയായിരുന്നു. ആ സ്ഥാനം തന്നെയാണ് ഈ വീട്ടിൽ വിളിക്കും. അവർ ചെയ്യുന്നതിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനാ. അല്ലാതെ കാണുന്നതും കേൾക്കുന്നതെല്ലാം അമ്മായിയമ്മ പോരാന്ന് നിന്നെ പോലുള്ളവർക്ക് ഈ സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അത് പറയാതെ മനസ്സിലാക്കാൻ കഴിയുന്നിടത്തേ അത് സ്നേഹമായിട്ട് മാറുന്നുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം കുറ്റം പറച്ചിലും കുത്തിത്തിരിപ്പാവും. ഇനി ഒരു കാര്യം കൂടെ, ജീവിതത്തിൽ ഞാൻ നേടിയ സന്തോഷങ്ങളിലൊന്ന് എൻ്റെ മരുമോള് തന്നെയാണ്. അവളോട് എങ്ങനെ പെരുമാറണമെന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ആരും ആ ഗേറ്റ് കടന്ന് വരേണ്ടതില്ല. അതിപ്പോൾ ബന്ധുവായാലും അയലോക്കായാലും. അപ്പം ശരി, എനിക്ക് ഇച്ചിരി പണിയുണ്ട് ഉള്ളിൽ, നീ ചെല്ലാൻ നോക്ക്. അയൽപ്പക്കത്തെ ചേച്ചിയുടെ എളുപ്പിയായ മുഖവും എന്തോ ആ നിമിഷം അവൾ ഒത്തിരി സന്തോഷിപ്പിച്ചു. അല്ലെങ്കിൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ് നമ്മൾ ആകർഷിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന പച്ചപ്പിനെ നമ്മൾ തിരിച്ചറിയാൻ വൈകും.